ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ നീ എനിക്കുള്ള തന്നെ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു പ്ലാനും ഇല്ലാതെ വെറുതെ വീട്ടിൽ കാച്ചു കിടന്ന കുറച്ച് കത്തിരിക്കയും പച്ചമുളകും തക്കാളിയൊക്കെ പറിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ പിറകെ വിഷ്ണുമായ ക്യാമറയും തൂക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പിടിച്ച കുറേ വീഡിയോസിനാണ് ഞാനിന്നിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. കത്തിരി ഞാൻ കാണിച്ചോട്ടെ. കത്തിരിക്ക വെച്ച് എന്ത് വെക്കാം? എണ്ണ കത്തിരിക്കയില്ലേ? അതെ, 2 കത്തിരിക്ക ഒന്നും ഇടാൻ കുറേ ഉണ്ട്. നമുക്ക് വെച്ച് നമുക്ക് എണ്ണ കത്തിരിക്ക ചെയ്തിടാം. അന്നൊരിക്കൽ നിനക്ക് എണ്ണ കത്തിരിക്ക ചെയ്ത് ഇഷ്ടപ്പെട്ടു. അവിടെ കാണിച്ചോ. നല്ല ഒരു വൈറ്റ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ട വൈറ്റ്. ഇതിന്റെ പേരെന്തോ? ഇത് വഴുതനങ്ങ. സി എന്തോന്ന്? സി 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 ഷേപ്പിലുണ്ടല്ലേ? ഒരു കാന്താരി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കാന്താരി കാന്താരിയല്ല, പച്ചമുളക്. അതെ അതെ, പച്ചമുളക്. കാണാൻ റെഡിലാണ്. കാന്താരിയുടെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. കാരണം പച്ചമുളക് ഇതിനൊന്നും ഉരങ്ങളില്ല. അത് കാരണം അതിന്റെ വലിപ്പമൊക്കെ കുറഞ്ഞു പോയി. പച്ചമുളക് ഒന്ന് മാത്രം ഒരു ബ്ലാക്കിഷ് കളറിലാണ് ഇട്ടുണ്ട്. കത്തിരിക്കര ഫ്ലവർ അതും വയലറ്റാണ്. ഒരു കൊച്ചു കത്തിരിക്ക, കുഞ്ഞു കത്തിരിക്ക, ബേബി കത്തിരിക്ക. ഈ മുളക് എടുക്കാം. അതും ഒരു മുളകാണ്. ചെമ്പരത്തിര കളറില് ഇത് രാവിലെ കിടിലാണ്. ഇഷ്ടത്തിന്റെ എങ്ങനെ ഒരു 20 ഫ്ലവേഴ്സ് എങ്കിലും ഉണ്ടായിരുന്നില്ലേ? അതെ, 20 50. നീ കൂടുതലൊന്നും പറയില്ല. ഞാൻ നമ്മുടെ വാഴ ഇതും ഉണ്ട്. ഇന്നൊന്നും അപ്പുറത്തുണ്ട്. ചെമ്പരത്തിര തൊട്ടടുത്ത്. ഇതൊരു പച്ചമുളക്. ഇല വാടി പോയാലും നമ്മൾ തക്കാളി വിടൂല. വെള്ളം ഒഴിക്കേണ്ടതാണ്. വെള്ളം ഒഴിക്കാം. ഇവിടെ ഒരു വഴുതനങ്ങയുണ്ട്. കത്തിരിക്ക നോക്ക്. ഇനിയൊരു കത്തിരിക്ക അത് ബേബി കത്തിരിക്ക. ഇവിടെ ഒരു ബേബി കത്തിരിക്ക ഉണ്ട്. അവിടെ തൊട്ടടുത്ത് ഇന്നൊരു ബേബി കത്തിരിക്ക ഇരിക്കുന്നില്ലേ? അവിടെ ഇരിക്കുന്നില്ലേ? ഈ 2 എണ്ണം. ഇത് പുതിയ അതിന്റെ ആദ്യത്തെ പ്ലാന്റ് ആണെന്ന്. ഇത് കത്തിരിക്കയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഇതിനൊക്കെ തീരെയില്ല കത്തിരിക്കയ്ക്ക് മുള്ള്. പക്ഷെ വഴുതനങ്ങ മുള്ളാണ്. സൂക്ഷിച്ചു വെക്കണം. മഞ്ഞ വഴുതനങ്ങ മീൻസ് അതമ്മ പഴുത്ത് ഇങ്ങനെ വിത്തിന് വിട്ടൊക്കെയാണ്. തുളസിയുടെ പൂ പോലെ തോന്നുന്നല്ലേ? നമുക്കെല്ലാം പച്ച നിറത്തിലായിക്കൊണ്ട് ഒന്നും കാണുന്നില്ല. നാളെ എങ്ങനെ പറിക്കാം. ഇത് എന്തിനാണ്? കണ്ടിട്ട് എന്തോ തോന്നുന്നു? ഇതെന്തോന്ന് ചെടി? പറ, ഇതെന്തോന്നാണ് കായ്? ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ. വെണ്ടയ്ക്ക. ഇത് വിചിത്ര മാമി തന്നതാണ് കേട്ടോ. ഈ ചെടിയില് വിത്തുകൾ, വെണ്ടയ്ക്ക വിത്തുകൾ. ഇത്തിരി ആയിട്ടുണ്ട്. കുറെ കുറച്ച് നടന്നു. ഇത് ഒരു തുളസിയല്ല, കീര. ഇത് നാട്ടുകീര. പിന്നെ നമ്മളുടെ ഒരു ജാസ്മിൻ. അത് 2 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. നല്ല മണമാണ്. ഒരു വൈറ്റ് കളർ കറിവേപ്പില ചെടിയില്. ഇത് വേറെ. ഇതിലും ഉണ്ട്. ഇതാണ് ശരി, വാ ഇങ്ങോട്ട് വാ. ഫിഷിനെ പൊട്ടിട്ടാണ്. അണ്ണനെ തന്നെ കേൾക്കാം. ബ്ലൂടൂത്ത് ഉണ്ട്. അവിടെ കൈയൊന്നും അങ്ങനെ കൊണ്ടിടല്ലേ, വല്ല പൂരെണ്ണം അങ്ങനെ കാണും. പക്ഷെ അതിലൊരു ഇത് ഡോട്ട് ഉണ്ട് കേട്ടോ. ശരി, കുഴപ്പമില്ല. ഡോട്ട് ഉണ്ട് അതില്. നല്ല കേക്കും. അത് കേക്കാൻ അതാ കിടക്കുന്നുണ്ട്. ദോ അങ്ങ് നോക്ക്. സ്പോഞ്ച് നമ്മുടെ മൈക്കിന്റെ അവസ്ഥ. ഇവിടെ പോകുമ്പോ നമ്മള് കാണില്ല. മുളക് നട്ടിരിക്കുകയാണ്.
ഇതിൻ്റെയൊക്കെ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതായിട്ട് നടണം എനിക്ക്. അതിന് വേണ്ടിയാണ് ആ ചെറിയ തൈ ഇതാ വളർത്തുന്നത്. ഇത് നമ്മുടെ ആപ്പിൾ ചെറിയാണ്. ഇതുവരെ ഇത് പൂത്തിട്ടും കാച്ചിട്ടൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഇതാ 2 പൂ ഇതാ വന്നിട്ടുണ്ട്. ഇതിലൊരു മാവ് ഇങ്ങനെ തെളുത്ത് വരെയാണ്. അതൊന്നും ആവശ്യമില്ല. മാവ് തന്നെ, അതെ. ഇതൊക്കെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ചേച്ചി തന്ന ചെടികളാണ് കുറേ. ഇതിൽ പൂ പൂക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴാണ് കാണുന്നത് ഞാൻ. ഇതുണ്ടോ? നൈസ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന ഇലകളെ പുതിയ ചെടികളൊക്കെ മാറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് വളരില്ല. അത് ആവശ്യമില്ലാത്ത ചെടികൾ മാത്രമേ വളരുള്ളൂ. അത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ. ഇത് ഇതിലും പൂവുണ്ട്. ഇതൊന്നും കാണാറില്ല കേട്ടോ. ഞാൻ ഇന്നാണ് കണ്ടത്. ഇതായിരിക്കും ഇല മറിഞ്ഞങ്ങനെ നിൽക്കുകയായിരുന്നു. വെരി നൈസ്. വേറൊരു വെറൈറ്റി. എനിക്ക് ഇതൊന്നും പേരുകളൊന്നും അറിയില്ലെങ്കിൽ പേരുകളൊക്കെ നോക്കി വയ്ക്കണം. കാണാൻ തീരെ പോലെ ഉണ്ട്. നല്ല ഭംഗിയില്ലേ. അടുത്തൊന്ന് ഇത് കാക്കപ്പൂവെന്നെന്തോ പറയും ഇതിന്. ഇത് വിത്ത് വീഴുന്ന അങ്ങനെ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുക നല്ല ഭംഗിയായിട്ട്. ഇതിൻ്റെ പേരറിയില്ല. ഒരേ ഒരു മൂട് എനിക്ക് ഉണ്ടായിരുന്നു, ഒരേ ഒരു ചെടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് വീണ്ടും കട്ട് ചെയ്ത് വെച്ച് നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ചെടികളൊക്കെ. ഇതതുപോലെ ഇതിൻ്റെ പേരും എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പൂ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഒരു ശാഖ വെട്ടി ഞാൻ നട്ട് നോക്കി. വേറെ ഒരു ബഡ് പോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ തെളുത്തില്ല. നോക്കാം, ഒരു ട്രയൽ കൂടെ ചെയ്യണം മഴ വീഴുമ്പോൾ. ഇതെനിക്ക് അച്ഛൻ തന്ന ഒരു കറിവേപ്പിലയാണ്. അവിടെ അച്ഛൻ പതിവെച്ചല്ല, വിത്ത് വീഴുന്ന അങ്ങനെ താനേ വന്നതാണെന്ന് തോന്നുന്നു. അതിനച്ഛൻ ഇങ്ങനെ പരാമരിച്ച് തന്നു. ഇനി എനിക്കിതിനെ വലിയ പോട്ടിലോട്ട് മാറ്റണം. പുതിന ചെടി സുന്ദരി. ഒരു മണം അറിയാമോ? അത് ഇങ്ങനെ തൊട്ടിട്ട് നമ്മളെ കൈ മണപ്പിക്കുമ്പോഴേ അറിയാം എൻ്റെ ഒരു മണം. സുന്ദരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മല്ലിയും ഇങ്ങനെ പുതിനയൊക്കെ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കാണാം. മല്ലി കുറേയൊക്കെ ട്രൈ ചെയ്ത് എനിക്ക് വരുന്നില്ല. ഇന്നും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതെന്നാണ്. താനേ കുളിർത്ത് വന്ന പുയണി കുറച്ച് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൽ 2-3 കായൊക്കെ വന്നു. പക്ഷെ ഒന്ന് ഈ കുയിൽ തരുന്നില്ല കേട്ടോ. വെളുപ്പം കാലാവുമ്പോൾ കഥ തുറന്ന് നോക്കുമ്പോൾ കുയിൽ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്ന് അതിൻ്റെ കായിനെയൊക്കെ തിന്നിട്ട് പോവുകയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ ഓരോ കായും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞാൻ വെറുതെ വിട്ടില്ല. ഇതൊക്കെ ഒന്ന് പറിച്ച് കളയണം. എങ്ങനെ ഒരു പുയണിക്കെങ്കിലും ഒന്ന് കാച്ചെങ്കിൽ ഒരാഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ വള്ളികളൊക്കെ ഒന്ന് മാറ്റണം. ഇത് കുറച്ച് തക്കാളി, ഇത് 3 തക്കാളി ഇതിലുണ്ട്. പിന്നെ ചെറുതായിട്ട് വരുന്നുണ്ട്. പച്ച കത്തിരിക്കയൊക്കെ അവിയൽ വെക്കാൻ നന്നായിരിക്കും കേട്ടോ. പച്ച കത്തിരിക്കയല്ലല്ലോ, പച്ച തക്കാളി. ഈ പച്ച തക്കാളി ഇട്ട് ഉള്ളിയും ഇതും കൂടെ ചേർത്ത് അവിയൽ വെക്കാൻ നന്നായിരിക്കും. ഈ പ്രാവശ്യം ഞാൻ എടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ കുറച്ചിങ്ങനെ കായ്കളൊക്കെ വന്നപ്പോൾ ഞാൻ ഇതിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലോ, അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ് തോന്നുന്നത്. ലൈറ്റ് ഗ്രീൻ ഇതുപോലെ അല്ല കേട്ടോ. ഇതും വേറെയാണ്. ഇതിലൊക്കെ പൂവുണ്ട്. കുഞ്ഞു തക്കാളിയാണ് പിടിച്ച് വരുന്നുണ്ട്. ഇതിൽ 2 തക്കാളിയുണ്ട്. കണ്ടോ? ഓക്കെ. പ്ലാവ് വളരുന്നില്ല. ചെറുതായിട്ടങ്ങനെ വലിയ വളർച്ചയെത്തിയെന്ന് പറയാൻ പറ്റില്ല.
എങ്കിലും എൻ്റെ സമാധാനത്തിന് അങ്ങനെ ചെറുതായിട്ടൊന്ന് വളർന്നു വരികയാണ്. ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം ഇനി. ഇവിടെ കുറേ മുളക് ഇങ്ങനെ പാകിയിട്ടതാണ്. അതായത് മുളക് കഴുകിയിട്ട് ബക്കറ്റിൻ്റെ അകത്ത് ബാക്കിയിരുന്ന അതിൻ്റെ അല്ലിയില്ലേ, അരി, മുളകിൻ്റെ അരി, അതിനെ കൊണ്ട് ഇവിടെ വെള്ളത്തിന് ഒഴിച്ചതാണ് കമുകിൻ്റെ മൂട്ടിൽ. ഇത് കമുകാണ്. 3 കമുക് വെച്ചിട്ടുണ്ട്. കമുകിൽ അതായത് മുളകൊക്കെ എടുത്ത് മാറ്റിയപ്പോഴാണ് ഈ കമുകിന് അല്പം വളർച്ച കിട്ടിയത്. അപ്പോൾ ആ കമുകിൻ്റെ മൂട്ടിൽ ഒഴിച്ച വെള്ളം അതിൽ നിന്ന് തീർത്ത് വന്നതാണ് ഈ മുളക്. ഇത് ശരിക്കും മണ്ണിലായത് കാരണം നല്ല ഹൈറ്റാണ് കേട്ടോ. എൻ്റെ അത്ര ഹൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേറെയും കുറേയൊക്കെ തീർത്ത് വരുന്നുണ്ട്. ഇതൊക്കെ മാറ്റി നടന്നു. ഇതെൻ്റെ പെപ്പർ ചെടിയാണ്. ഈ പെപ്പർ ചെടിയിൽ നിന്ന് ഞാൻ ഒരു ചെറിയ കൊമ്പ് വെട്ടി ഇങ്ങനെ നട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇത് മാത്രം, ഇതൊക്കെ പോയി കേട്ടോ. ഇതെല്ലാം പോയി. ഇവിടെ വന്ന് വെച്ചിരുന്നു, ഇതും പോയി. എനിക്കൊരു ഒരേ കൊമ്പ് മാത്രം കുറച്ച് ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നുണ്ട്. 2 വീക്സിന് കൂടുതലായി അതെ നട്ടിട്ട്. സോ ഇതിനെങ്ങനെയെങ്കിലും എനിക്ക് വളർത്തിയെടുക്കുന്ന ആഗ്രഹമുണ്ട്. വേറെ പോട്ടിലോട്ട് മാറ്റണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് 2 തൈ തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ പെപ്പർ. 3 പ്രാവശ്യം ഞാനത് മുളക് പറിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ വീണ്ടും തിരി ഇട്ടിട്ട് നിൽക്കുകയാണ്. പെപ്പർ പിടിച്ചിട്ടില്ല, തിരി മാത്രം വന്ന് കിടക്കുകയാണ്. എല്ലാത്തിലും തിരി വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഇതെന്തോന്ന് ഫ്രൂട്ട് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ മറന്നു കേട്ടോ. ഈ പ്ലാന്റ് എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്, പേര് മറന്നുപോയി. ഇത് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു. ഇതും കായൊന്നും ആയില്ല. വെച്ചത് 1.5 വർഷമായി. പേരച്ചെടി, ഈ പേരച്ചെടി 2 പ്രാവശ്യമൊക്കെ കായ്ച്ചു. ടോട്ടലായിട്ട് 4 പേരയ്ക്ക കിട്ടിയിട്ടുണ്ട് അത്ര തന്നെ. പക്ഷെ ഇപ്പോൾ ഇതാ കുറച്ചൊക്കെ പൂ പിടിച്ച് വരുന്നുണ്ട്. കണ്ടോ ഇവിടെയും, പിന്നെ ഇവിടെയുണ്ട്. കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ വരും. വിഷ്ണു ഉണങ്ങാനിട്ടിരിക്കുന്ന മുളകിൽ വെള്ളം എടുത്ത് ഒഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് മതിയാക്കണം കേട്ടോ. അപ്പോൾ സീ യു സൂൺ.